അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ടോ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയത്തും സ്റ്റിൽ ഈ ഒരു സമയത്തും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും ട്രിയോ കപ്സ് ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെയുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുറേ പേരെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെങ്കിലും അതിലേക്ക് പോയിട്ടുള്ളതാണ്. കൂടുതൽ പേരും നിങ്ങളിൽ നിന്നും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് കൂടുതൽ പേർക്കും അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ അങ്ങനെ ഒരു തടസ്സത്തേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് കുറേയധികം വേദന തന്നിട്ട് പോയിട്ടുള്ളതാണ്. നിങ്ങളെ അവഗണിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതാണ് എന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും മേ ബി ഫാമിലിയൊക്കെ ഉള്ള ഒരു മീൻസ് നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആവാനുള്ള പോസിബിലിറ്റിയും കൂടുതലായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയധികം ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വേണം എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും തിരികെ വേണം എന്നുള്ള രീതിയിൽ തിരികെ വരാനായിട്ട് നിങ്ങൾ കുറേയധികം മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കൊണ്ടോ ഈ ഒരു സമയത്ത്, അതായത് കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒബ്സ്റ്റക്കിൾസും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കൊണ്ട് വല്ലാണ്ട് പൊറുതിമുട്ടുന്നുണ്ട്. അതായത് ഇവിടെ കിട്ടിയുള്ള ഒരു ഹാങ്ഡ് മാൻ കാർഡിന്റെ എനർജി കാണിച്ചു തരുന്ന പോലെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് വേദന തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 110% ഒരു പേഴ്സൺ നിങ്ങൾ ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റോടു കൂടി നിങ്ങൾ നിന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു വിശ്വാസമായിരുന്നു ഇവരൊരിക്കലും നിങ്ങളുടെ അരികിൽ നിന്ന് പോവില്ല എന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരൊരിക്കലും നിങ്ങളുടെ അരികിൽ നിന്ന് പോവില്ല എന്നുള്ളൊരു എനർജിയിലാണ് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് അല്ലെങ്കിൽ ഇവരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾ മൂവ് ഓൺ ആയി കുറേയധികം മാറ്റം വന്ന് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറേ പേരെങ്കിലും ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോഴും നിങ്ങളിൽ കുറേ പേരെങ്കിലും ഇവരെ ഈഗർലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ കൂടെ ഉണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരുപാട് പോസിറ്റീവ് എനർജി തന്നിട്ടുള്ള മൊമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവര് തിരികെ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ദേഷ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ അല്ലെങ്കിൽ ഈ ഒരു സമയം വരെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളൊന്ന് വിലയിരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു പേഴ്സണിൽ നിന്നും ഹാപ്പിനെസ് ആയിരിക്കാൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തിരികെ വരണം എന്ന് നിങ്ങൾ കുറേയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും കുറേ പേർക്കറിയാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ഒരു പേഴ്സണെ ട്രാപ്പ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ പോയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. മനസ്സിൽ നിങ്ങൾക്കൊരു എന്താ ഇൻഡ്യൂഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ശരിയാണ്, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ പോലും പ്രയോഗിച്ചിട്ടുള്ള ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട്. കാരണം ഒരു ബ്ലാക്ക് മാജിക് എനർജി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്കും അതൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം വളരെയധികം സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ജോക്കി എന്ന് പറയുന്ന ഒരാൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് റീസ് ആകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് പോലെയുള്ള ഒരു സമയം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ
ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനേക്കാൾ മുന്നായിട്ട് ഈ ഒരു പേഴ്സണ് പരിചയമുള്ള ആരെങ്കിലും ആവാനുള്ള ഒരു പോസിബിലിറ്റി വളരെയധികം കൂടുതലായിട്ടുണ്ട്. അതായത് മേ ബി ഒരു പേഴ്സൺ എക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ പരിചയമുള്ള മറ്റാരെങ്കിലും ആവാനുള്ളൊരു പോസിബിലിറ്റിയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവരെ മാക്സിമം അകറ്റുക, അല്ലെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സണിനോട് 100% സ്നേഹമോ അല്ലെങ്കിൽ ഇവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടോ ഒന്നും തന്നെ അല്ല ഈ ഒരു പേഴ്സൺ, ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ അവരിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ഒരു സമയത്ത് ശരിക്കും ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ സെവൻ ഓഫ് സ്വാർഡ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒരു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പം എയ്റ്റ് ഓഫ് സ്വാർഡ്സ് ആണെങ്കിലും മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും പറ്റാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെയധികം നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ പോയിട്ടുള്ളത് നിങ്ങളോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ വേണ്ടാന്ന് വെച്ചിട്ട് മനസ്സുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഒരു മടുപ്പുളവാക്കി തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു തോട്ട്സ് ആണ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം, ഇറങ്ങി വരണം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം മേ ബി ഒരു പേഴ്സണെ ബ്ലാക്ക് മെയിൽ പോലും ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇമോഷണലി മെൻ്റലി ഒക്കെ തന്നെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു എനർജി പോലെ കാണുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചതിന് ഇരട്ടിയായിട്ട് അവർക്കൊരു കർമ്മ തിരിച്ച് കിട്ടിയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് കാണുന്നത്. അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത്. മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ വരട്ടെ, കാരണം അത്രയധികം വേദനിപ്പിച്ചതല്ലേന്ന് തോന്നുമെങ്കിലും കുറേ പേര് ഈ റീഡിങ് കാണുന്നവരിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് പേരെങ്കിലും അവർ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചെങ്കിലും അവർ വേദനിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമുള്ളവരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ വിശ്വസിച്ച് എന്താ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ കുറേയധികം സന്തോഷമാക്കി വെച്ചിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് പോലും നിങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരായിരിക്കാം. പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്നൊരു പിടികിട്ടാത്തൊരവസ്ഥ, എന്തിനാണ് ആ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥ, അത്തരം ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി വന്നിട്ട് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും